സഹോദരി അന്നമ്മ മാമൻ. കുമ്പനാട് കൊച്ചുപറമ്പിൽ ശ്രീ KM മാമൻ മറിയാമ്മ ദമ്പതികളുടെ മകളായി ഒരു മർത്തോമ കുടുംബത്തിൽ 1914 ജനിച്ചു. ഹൈസ്കൂൾ വിദ്യാഭ്യാസത്തിനു ശേഷം ടീച്ചേഴ്സ് ട്രെയിനിങ് കഴിഞ്ഞ് അധ്യാപികയായിരിക്കുമ്പോൾ അത്ഭുതകരമായ ഒരു കാര്യത്തിനു വേണ്ടി ദൈവം വിളിക്കുകയാണെന്ന് ഒരു ദർശനമുണ്ടായി. പെന്തക്കോസ്റ്റ് അനുഭവം ജീവിതത്തിൽ പരിവർത്തനം ചെയ്തപ്പോൾ മാതൃസഭയെയും സമൂഹത്തെയും നോക്കാതെ 16-ാം വയസ്സിൽ സുവിശേഷ വേലയ്ക്കായി വീട് വിട്ടിറങ്ങി. 1936 മിസ് മാമൻ ആന്ധ്രയിലെ ഏലൂരിൽ പാസ്റ്റർ PT ചാക്കോയോടൊപ്പം ഭാഷ വശമാക്കി. ഗ്രാമങ്ങളിലും പട്ടണവീഥികളിലും കടന്നു ചെന്ന് സുവിശേഷം പ്രസംഗിച്ചു. വടക്കേ ഇന്ത്യയിലെ പല നഗരങ്ങളിലും പാസ്റ്റർ AK ചാക്കോച്ചനോടൊപ്പം യാത്ര ചെയ്ത് ദൈവരാജ്യം പ്രസംഗിച്ചു. തമിഴ്നാട്ടിലെ സേലത്തിനടുത്ത് റാസിപുരം എന്ന സ്ഥലത്ത് താമസിച്ച് കുറെ നാൾ പ്രവർത്തിച്ചു. അവിടെ വെച്ചാണ് സ്വീഡൻകാരിയായ ആഗ്നസ് വാൽ എന്ന മിഷണറി മദാമയെ പരിചയപ്പെടുന്നത്. ആ പരിചയമാണ് സിസ്റ്റർ അന്നമ്മയ്ക്ക് അമേരിക്കയിലേക്ക് പോകാൻ വഴിയൊരുക്കിയത്. അമേരിക്കയിൽ ചെന്നിറങ്ങിയ അന്നമ്മ എലീമിലേക്ക് പോയി. എലീം ബൈബിൾ സ്കൂളിൽ 1 വർഷം അധ്യാപനം നടത്തിക്കൊണ്ട് സഭകളിലും കൂട്ടായ്മകളിലും പ്രസംഗിച്ചു. ആസ്ട്രേലിയ ഒഴിച്ച് ലോകത്തിലെ മിക്ക രാജ്യങ്ങളിലും ഇവർ സന്ദർശിച്ച് സുവിശേഷം പ്രസംഗിച്ചു. ഇസ്രായേൽ, ഹോങ്കോങ് എന്നീ രാജ്യങ്ങളിൽ ഇവർക്ക് പൗരത്വം ഉണ്ടായിരുന്നത്രേ. ഇംഗ്ലീഷ്, തെലുങ്ക്, തമിഴ്, കന്നഡ, ഹിന്ദി, ഹീബ്രു ആദിയായ ഭാഷകൾ ഇവർക്ക് വശമുണ്ടായിരുന്നു. ട്രൂത്ത് ബൈബിൾ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ വൈസ് പ്രിൻസിപ്പൽ ആയിരുന്നു ഇവർ. കേരളത്തിലും പുറത്തും അനേകരെ സുവിശേഷ മുന്നണി പോരാളികളായി വാർത്തെടുക്കുവാൻ സിസ്റ്റർ അന്നമ്മ മാമന് കഴിഞ്ഞിട്ടുണ്ട്. മുൻ IPC പ്രസിഡന്റ് പാസ്റ്റർ പരംജ്യോതിയെ പോലുള്ളവരെ 1936-37 കാലഘട്ടങ്ങളിൽ അന്നമ്മ മാമൻ പ്രോത്സാഹനം നൽകി ഉറപ്പിച്ചിട്ടുണ്ട്. പ്രത്യേകാൽ കേരളത്തിൽ സഹോദരി സംഘടന പ്രവർത്തനങ്ങൾക്ക് ആദ്യകാലത്ത് അന്നമ്മ മാമൻ നൽകിയ സേവനങ്ങൾ മറക്കാവതല്ല. അന്നമ്മ മാമനെ പുറം ലോകം അറിയുന്നത് പ്രശസ്തയായ ഒരു സുവിശേഷ പ്രസംഗിയും മിഷണറി വനിതയും എന്ന നിലയിലാണ്. ലോകമാം ഗംഭീര വാരിധിയിൽ, ഉയർത്തിയിടും ഞാൻ എൻ്റെ കൺകൾ തുടങ്ങിയ അനേക ഗാനങ്ങൾ ഇവർ രചിച്ചിട്ടുണ്ട്. അവിശ്വസനീയമെന്ന് കരുതി പോകുന്ന ഒട്ടേറെ കഥകൾ അന്നമ്മ മാമനെ കുറിച്ച് പറഞ്ഞു കേൾക്കുന്നുണ്ട്. വിസയും യാത്രാ ഡോക്യുമെന്റ്സും ഇല്ലാതെ പല രാജ്യങ്ങളിലും ചെന്നിറങ്ങി സുവിശേഷം അറിയിച്ച കഥ, വിദേശത്തു നിന്ന് ആരോ ഇന്ദിരയുടെ കെയർ ഓഫിൽ അന്നമ്മ മാമന് പണം അയച്ച കഥ, അങ്ങനെ പലതും. ഒരു കാര്യം വ്യക്തം, അന്നമ്മ മാമൻ എന്നും വ്യത്യസ്തയായിരുന്നു. സ്ത്രീകളുടെ ശുശ്രൂഷകളെ സംശയത്തോടെ മാത്രം വീക്ഷിച്ചിരുന്നവരെ അതിശയപ്പെടുത്തിക്കൊണ്ട് ലോകമെങ്ങും സുവിശേഷ പര്യടനം നടത്തിയിട്ടുള്ള മിസ് മാമൻ ഇന്ന് നിത്യതയിൽ വിശ്രമിക്കുന്നു. ക്രിസ്തുവിനു വേണ്ടിയും ദൈവരാജ്യത്തിനു വേണ്ടിയും ആയുസ് മുഴുവൻ ജീവിച്ചു. തന്റെ ഓട്ടം തികച്ച 2002 നവംബർ 21 കർത്തൃസന്നിധിയിൽ ചേർക്കപ്പെട്ടു. സദമുഴങ്ങും ശാലേമിൽ മാനവരിൻ സ്തുതിനാദം സദമുഴങ്ങും